ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ആ കന്തം വിട്ട് നിൽക്കുന്ന നിമിഷമാണിത്. ബിക്കോസ് ഈ ഒരു വണ്ടി തന്നെയാണ് റീസൺ. ഞാൻ ഇപ്പോൾ ടൈം 4:20, ഇന്ന് മുമ്പ് 10:10 ആ ഒരു ടൈമിലാണ് നമ്മളെ സിവിക്കിൻ്റെ റിവ്യൂ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. ഇന്ന് വൈകിയപ്പോൾ തന്നെ എനിക്ക് വണ്ടി കൈ കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. പക്ക ഒരു എന്താ പറയുക, ഒരു സൂപ്പർ കാർ, എല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ലക്ഷറി അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിങ്സ് ഒക്കെ തരുന്നുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. കാരണം അത്രയും യുണീക്നെസ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. സോ ഇതിൻ്റെ മിനിറ്റ് അതായത് നമ്മുടെ ഒരു സഡാൻ വെഹിക്കിളിൽ ഒരു ഓഫ് റോഡ് സെറ്റപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഉദാഹരണമാണിത്. സോ എന്താ പറയുക, ഒരു വല്ലാത്ത ജാതി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു വണ്ടിയാണ് ഗൈസ്. ഞാൻ ആകെ അന്തം വിട്ട്, എൻ്റെ കിളി ഇപ്പോഴും വന്നിട്ടില്ല. കിളി പോയടത്ത് നിൽക്കുകയാണ്, ഇപ്പോഴും വന്നിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴും ഇത് കണ്ടിട്ട് ഞാനിത് എന്ത് സംഭവം, എന്താണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള എനിക്കൊരു ഐഡിയ കിട്ടണം. ഞാൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ചാതി രൂപത്തിലുള്ളൊരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. നമുക്കിതിൻ്റെ ഫ്രണ്ട് തന്നെ തുടങ്ങാം. ഇതിൻ്റെ സസ്പെൻസ് ഒരുപാടുണ്ട്, ഒക്കത്തിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ എന്താ പറയുക, ബോണറ്റ് മുതൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെഷ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത്. അതുപോലെ നമ്മളെ ഗ്ലാസിൻ്റെ അവിടെ, അതായത് ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഗ്ലാസ്സിന് പകരം നമ്മൾ ഈ പോലീസിൻ്റെ ജീപ്പിനൊക്കെ വരുന്ന സൈസ് ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ പരിപാടി, ആ ഒരു കമ്പി വെച്ചിട്ടുള്ള ഒരു നെറ്റ് ടൈപ്പ് സാധനമാണ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് നോർമലി നമ്മളെ എന്താ പറയുക, സാധാ ഒരു ലൈറ്റ് പുറമെന്ന് കാണുമ്പോൾ പക്കാ ഒരു ഓൾഡ് മോഡൽ ഔട്ട്ലുക്കാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയറൊന്നും വലിയ കുഴപ്പമില്ല ഗൈസ്. അതുപോലെ തന്നെ ഫോഗ് ലൈറ്റ്, നമ്മൾ എസ്റ്റീമിൽ വരുന്ന ഫോഗ് ലൈറ്റാണ് ഇതിന്മേൽ ചെയ്തിട്ടുള്ളത്. ബമ്പറും അത്യാവശ്യം വെറൈറ്റി ആണ്. ഒരു സംഭവമൊക്കെ കണ്ടില്ല ഇങ്ങനെ പൊങ്ങിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെയാണ് വണ്ടിൻ്റെ ഫ്രണ്ടത്തെ ബമ്പറൊക്കെ വന്നിട്ടുള്ളത്. ഒരു ബോക്സി ഫീലാണ്, അങ്ങനെ ടോട്ടലി ബോക്സി ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു മസിൽ കാർ ഫീലും ബോക്സി ആയിട്ട് ഒരു ടെറർ ലുക്ക് ഈ വണ്ടി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതേ കിടക്കുന്ന ഈ സാധനമാണ്. ഒരു സ്കള്ളൊക്കെ ഇതിന് മേലെ നിൽക്കുന്നുണ്ട്. വണ്ടി ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ടിങ്ങിലാണ്, അതായത് വണ്ടി എൻജിൻ സ്റ്റാർട്ടാക്കി വെച്ചത് കൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്. അതായത് വണ്ടി ഓണിലാണ്, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലല്ല, ജസ്റ്റ് ഓണാക്കി മീറ്റർ കൺസോളൊക്കെ ഓണായി നിൽക്കുകയാണ്. അതായത് എന്താ പറയുക, ഇഗ്നീഷ്യനൊക്കെ ഓണായി നിൽക്കുന്ന സമയമാണ്. അതാണ് ഈ സാധനം ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്. കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഓണാക്കി വെച്ചത്. ഒരു വെറൈറ്റി സാധനം കറങ്ങുന്നതാണ്, നല്ല രസം ഉണ്ട്. അതുപോലെ ഒരു ഫ്ലാഷർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ദെൻ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, ഒരു 21 ഇഞ്ച് അലോയ് വീൽസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതും. അതും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയറിൻ്റെ കാര്യമാണ് വേറൊരു കോമഡി. ഇത് എന്താ പറയുക, റോഡിൽ യൂസ് ചെയ്യുന്ന ടയറല്ല, ഇത് റേസിന് യൂസ് ചെയ്യുന്ന ടയറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് എന്താ പറയുക, ഒരു ഫുഡ് സ്റ്റെപ്പ് പോലെ താറിനൊക്കെ കൊടുക്കുന്ന സൈസ് ഒരു ഫുഡ് സ്റ്റെപ്പിൻ്റെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാരക സാധനം ഇവിടെ ഉണ്ട്. 4 സൈലൻസറാണ് ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും. ടോട്ടലി 8 സൈലൻസറാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ വിനൈൽസ് ഒന്നുമല്ല ഇത്. ഈ ഒരു എന്താ പറയുക, അൾട്രേഷൻ കാണുമ്പോൾ ഇത് ഈ വിനൈൽസ് ഒന്നുമല്ല. ദെൻ എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു സെറ്റപ്പൊക്കെ ഞാൻ കാണിച്ചുതരാം, ഇതിൻ്റെ പവറൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ ബാക്കിലോട്ടേക്ക് വരുമ്പോൾ ഒയ്യോ, ഇതെന്നടാ സാധനം, മറ്റേ ഈ സോളാറിൻ്റെ ഒക്കെ, അതായത് സോളാറിൻ്റെ ആ ഒരു സംഭവമൊക്കെ പിടിപ്പിച്ച് വെച്ച ഗ്രൈൻഡർ മെഷീൻ്റെ ഒക്കെ പോലെ ഉണ്ട്. ഇത് എന്താ ഗ്യാസ് സിലിണ്ടറൊക്കെ ചെരിച്ച് 2 സൈഡിൽ കയറ്റി വെച്ചൊരു ഫീലിങ്സൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ.
പക്ഷേ ഇത് മാരക സംഭവമാണ്. ചങ്ങലൊക്കെ വെച്ചാണ് കെട്ടിയിട്ടുള്ളത് ഗൈസ്. ഇതിൻ്റെ ഒരു സെറ്റപ്പിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവം എനിക്ക് എപ്പോഴും പിടി കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു വെറൈറ്റി വണ്ടി അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ ഒരു കണ്ടില്ല, ഒരു റോൾ ഗേജ് പോലെ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു സംഭവം പോലെ ഒരു പാനൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് എന്താണ് സംഭവം എനിക്കറിയില്ല. അത് ഇതൊക്കെ ഒരു സാമ്യമുണ്ട്, എന്തോ ഒന്നാണ്, എനിക്ക് അത്ര മാത്രം അറിയാം. ബാക്ക് ടോട്ടലി കാണാനും പറ്റുന്നില്ല. എന്താ പറയുക, നമ്മളെ ഫ്രാൻസിൻ്റെ ഷോർട്ട് ബോർഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, FM-ൻ്റെ ബോർഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കാണുന്ന തന്നെയല്ല. ദെൻ ബാക്കൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. ബാക്കിൽ ടെയിലും കാര്യങ്ങളൊക്കെ പക്ക ഒരു ഓൾഡ് സ്റ്റോക്ക് മോഡലിലാണ് വണ്ടി ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, മുകളിൽ സ്പോയിലർ ഈ സൈഡിലല്ലേ, മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. ഇത് പക്ക ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ദെൻ വിനൈൽസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമലി ഒരു മോൺസ്റ്റർ ഫീൽ കിട്ടാനുള്ള ഒരു വിനൈൽസ് കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ടാങ്ക് ഈ ഭാഗത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സൈഡിൽ ഇപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡും മെഷ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ടാറ്റ നാനോക്ക് കൊടുക്കുന്ന പോലെ ഒരു മെഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല 2 ഡോർ വണ്ടിയാണ്. 3 ഡോർ ബാക്ക് ഡിക്കി ഇവർ എന്താ പറയുക പെർമനൻ്റ്ലി ക്ലോസ് ആക്കിയിട്ടുണ്ട്, അത് ഓപ്പൺ ആവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവമൊക്കെ കണ്ടില്ലേ, ഇതൊക്കെയാണ് വണ്ടീൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ. എൻ്റെ കണ്ണ് തള്ളി നിൽക്കുകയാണ് ഗൈസ്. ഇപ്പോഴും ഞാനിപ്പോഴും തിരിച്ച് എൻ്റെ ലോകത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഈ വണ്ടിയുടെ ഓരോരോ പരിപാടിയൊക്കെ കണ്ടിട്ട് നിൽക്കുകയാണ്. എൻ്റെ പൊന്നെ, ഇത് മറ്റേ സാധനം STMലൊക്കെ വരുന്ന ഓട്ടോമാറ്റിക് പൊന്തി വരുന്ന ആ ഒരു ഏരിയയിലാണ്. ദെൻ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഈ സ്കള്ളും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അയ്യോ പേടി തോന്നും. ദെൻ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ പൊന്നെ, ചാതി സാധനം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഈ പെർഫോമൻസ് കണ്ടിട്ട് പക്ക ഒരു ടെറർ ലുക്ക്. ഇതിൽ ചെയ്തിരിക്കുന്ന ട്യൂണിങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്താ പിന്നെ അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള ട്യൂണിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. ഓക്കെ, വണ്ടി ട്രാക്ക് ടയർ ആയതുകൊണ്ടാണ് വണ്ടി സ്കിഡായി പോകുന്നത്, വേറെ ഒന്നുമല്ല. റോഡിൽ യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിത് അത് കയറ്റമല്ലേ. ഉയ്യോ, ചാടി അങ്ങോട്ട് നിൽക്കും, കാരണം സസ്പെൻഷനൊക്കെ അത്രയും ഒരു ലെവലിൽ നിൽക്കുകയാണ്. വണ്ടിയിൽ ഉപയോഗിക്കാന്നായാലും മാക്സിമം സൈസിലാണ് വണ്ടിയുടെ ടയർ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതാണ് വണ്ടിക്ക് ഇത്ര ഹൈറ്റ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഈ വണ്ടിക്ക് ഈ അഗ്രസീവ് ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ടയറും ഈ ഒരു എന്താ പറയുക ലിഫ്റ്റഡ് ആയിട്ടുള്ള തോന്നിക്കുന്ന ഈ ഒരു സംഭവം. ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി ടോട്ടലി. പിന്നെ ഈ ടയർ ചെയ്തുകൊണ്ട് തോന്നുകയാണോ എന്ന് എനിക്കറിയില്ല. കണ്ടാൽ ലിഫ്റ്റ് ചെയ്ത മാതിരി തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പേഴ്സൺ ചോയ്സിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടില്ല ഗൈസ്. കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 21 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് വിത്ത് ലോ പ്രൊഫൈൽ ടയറാണ്. അതുകൊണ്ടാണ് വണ്ടി പൊങ്ങിയിരിക്കുന്നത്. കാരണം ഇതൊരു ചെറിയൊരു വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഈ വണ്ടി എന്ന് പറയുമ്പോൾ പിന്നൊരു എന്താ പറയുക, ജസ്റ്റ് നോർമൽ റോഡ് യൂസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതല്ല. ഇത് ഷോക്കും കാര്യങ്ങൾക്കും പിന്നെ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നൊരു സംഭവം ഉണ്ടോ അതിനും കൂടി വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഐ വിൽ ടോക്ക് ഈ ഒരു സംഭവം. ഇത് എനിക്കെൻ്റെ കണ്ണിന്ന് പോകണില്ല. വണ്ടി ഇപ്പോൾ ഓട്ടോ കൺട്രോളിലാണ് പോകുന്നത്. ക്രൂയിസ് കൺട്രോൾ അതുപോലെ തന്നെ റോഡ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇൻക്ലൂഡായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഒക്കെ വണ്ടി ഓട്ടോമാറ്റിക്കലി പൊയ്ക്കോളും. ഇത് ടോട്ടലി കസ്റ്റം ബിൽഡഡ് വണ്ടിയാണ്. നമ്മൾ എന്താ പറയുക ഷോറൂം കണ്ടീഷൻ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് ഈ വണ്ടി കിടക്കുന്നത്.
അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരൂല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വണ്ടിയുടെ മേലെ ഭാഗത്തൊക്കെ വരുമ്പോൾ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നുമല്ല അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്നത്. ഈ ഒരു അഗ്രസീവായിട്ടുള്ള ഓരോരോ മെഷീനറി സംഭവങ്ങളൊക്കെയാണ് എൻജിൻ്റെ ഓരോരോ കൂടോത്രങ്ങളെ കിടക്കുന്ന കിടപ്പ് കണ്ട. ദെൻ ഗൈസ് നമുക്കപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ കിളി ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഔട്ടർ മൈൻഡിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ദെൻ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.